ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാച. രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ധോഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാന ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭा ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാത്മീകികോകിലം. വാത്മീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വन् രാമകഥാനാദം കോ ന യാതി പരാം ഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. രാമായണം ഒരു മരുന്നാണ്. ആ മരുന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു വൈദ്യനാണ് വാൽമീകി. ആ മരുന്നിൻ്റെ ഫലം സംസാരം എന്ന താപത്തെ അത് ഇല്ലാതാക്കി സർവവ്യാധി മരണ ദോഷങ്ങളെയൊക്കെ അത് നിവാരണം ചെയ്ത് വിഷ്ണുപദം എന്ന സുഖാനുഭവത്തെ തരണം. യകർണാഞ്ജലി സംപുടൈരഹരഹ സമ്യക് പിബന്ധ്യാദരാത് വാത്മീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തമരണൈഃ അത്യന്തസോപദ്രവം സംസാരസ്സ വിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. ശാശ്വതമായ വിഷ്ണുപദത്തിൽ എന്ന് വെച്ചാൽ വിഷ്ണു
അതിന് വേദം പറയണത് തത് വിഷ്ണോഹോ പരമം പദം. വിഷ്ണു എന്ന പദം പരമമായ ഒരു പദമാണ്, ബ്രഹ്മമാണ്. ബ്രഹ്മവിദ് ആപ്നോതി പരം പരം. അതിനപ്പുറത്ത് വേറൊന്നുമില്ല, അതിലുപരി വേറൊന്നും നേടാനുമില്ല. അപ്പൊ പരമമായ പദത്തെ പ്രതിദാനം ചെയ്യണ ഈ രാമായണമാണ് നമ്മൾ അനുസന്ധാനം ചെയ്യണത്. നിത്യം ഈ രാമായണം അങ്ങോട്ട് കുടിക്കുക. ഒന്ന് കണ്ണിലൂടെ കുടിക്കുക, ഒന്ന് കാതിലൂടെ കുടിക്കുക. ഇതെങ്ങനെ കണ്ണിലൂടെയും കാതിലൂടെയും കുടിക്കണത്? കാതിലൂടെ കേൾക്കണം, കണ്ണിലൂടെ കാണണം, ഇങ്ങനെയല്ലേ? എന്ന് വെച്ചാൽ ഈ രാമായണത്തിന്റെ അക്ഷരം ഉണ്ടല്ലോ, മധുരാക്ഷരമാണ്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. ഈ മധുര അക്ഷരങ്ങളുണ്ടല്ലോ, വായിക്കും തോറും ഉള്ളിൽ ആ രസം ഉണ്ടാവും, ഒരു ഭാവം ഉണ്ടാവും. എന്നാൽ കേൾക്കണതോ മധുരസ്വരം, വാത്മീകി ആകുന്ന കുയിൽ പാടിയ പാട്ട്. ഇപ്പൊ കാലത്തൊക്കെ ഇപ്പൊ കുയിൽ എന്താന്നൊക്കെ നമുക്ക് കുയിലിന്റെ സ്വരമൊക്കെ യൂട്യൂബിലും ഒക്കെ അടിച്ചു നോക്കേണ്ട കാലമായി ഇപ്പോൾ. കാരണം ആർക്കും ഇപ്പൊ കുയിലിന്റെ സ്വരമൊന്നുമില്ല. ഒരു കാനനത്തില്, ചില ഗ്രാമപ്രദേശത്തില് കാലത്ത് ആ കുയിലിന്റെ ഒച്ച ഉണ്ടല്ലോ, എന്തു മാധുര്യമാണെന്നറിയോ? അത്തരത്തിൽ കുയില് പാടണത് പോലെ ഈ രാമായണ കഥ പാടി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് കണ്ണിലൂടെ കുടിക്കുക, കാതിലൂടെ കുടിക്കുക. സമ്യക് പിബന്ത്യാദരാത്, ആദരവോട് കുടിക്കുക. ഇങ്ങനെയുള്ള രാമകഥയാണ് നമ്മള് ഇപ്പൊ പ്രഥമ സർഗം തൊട്ട് കണ്ടുകൊണ്ടിരിക്കണത്, അനുഭവിച്ചുകൊണ്ടിരിക്കണത്. നാരദ മഹർഷി ചുരുക്കി രാമകഥയെ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതില് ഭാര്യയോടുള്ള അതീവമായ പ്രിയവും, ഭാര്യയ്ക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വരം ഭാര്യ ചോദിച്ചപ്പോഴ് സത്യസന്ധനായ, സത്യമാർഗത്തില് സഞ്ചരിക്കുന്നതായിട്ടുള്ള ദശരഥൻ വേദന കൊണ്ടാണെങ്കിലും രാമനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. സജഗാമവനം വീരഃ പ്രതിജ്ഞാമനുപാലയൻ പിതൃവചന നിർദ്ദേശാത് കൈകയ്യാ പ്രിയ കാരണാത്. ആ കൈകേയിയോടുള്ള പ്രിയം, ആ കൈകേയിക്ക് വാക്കുകൊടുത്തു, രാമനെ ഞാൻ കാട്ടിലേക്ക് പറഞ്ഞുവിടാം. രാമനോ വെരി ഒബീഡിയന്റ്. ഇതുപോലെ ഒരു ഒബീഡിയന്റിനെ കാണാനേ പറ്റില്ല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, രാമനും കൃഷ്ണനും തമ്മിലുള്ള താരതമ്യമൊക്കെ നമ്മൾ നോക്കി. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ് വേറെ ഇല്ല. അതുകൊണ്ട് പിതൃവചന നിർദ്ദേശാത്, ആ പിതൃവചനത്തിനെ ഉള്ളിലെടുത്തുകൊണ്ട് ആ രാമൻ അങ്ങോട്ട് വനവാസത്തിലേക്ക്, കാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കം. അവിടുത്തെ പരദേവതാ പൂജയും ചെയ്തു, വിഷ്ണു പൂജ ചെയ്ത്, എല്ലാവരിൽ നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാൻ പോയപ്പോഴേക്കും ഒരു കയ്യിലെ ഒരു പിടുത്തം. ആരാ നോക്കിയപ്പോ തൻ്റെ സഹോദരൻ കണ്ണു നിറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഞാനും വരാം അങ്ങയുടെ കൂടെ. അല്ലയോ ലക്ഷ്മണ, വേണ്ട, ഇത് വനവാസമാണ്, നീ ഇവിടെ തന്നെ നിന്നോളുക. എൻ്റെ അടുത്താണ് അച്ഛൻ പോകാൻ പറഞ്ഞത്, നീ ഇവിടെ തന്നെ നിന്നോളുക. പക്ഷേ ലക്ഷ്മണനൊട്ട് രാമനെ പിരിഞ്ഞ് നിൽക്കാനേ പറ്റില്ല. ലക്ഷ്മണനെന്നല്ല, അവിടെ ആർക്കും പറ്റില്ല, ലക്ഷ്മണന് തീരെ പറ്റില്ല. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഹോർലിക്സ് വാങ്ങിച്ച് എന്തെങ്കിലും ഫ്രീ കിട്ടുന്നത് പോലെ രാമൻ എവിടെ ഉണ്ടോ അവിടെ ലക്ഷ്മണൻ ഉണ്ട്. ക്ഷണനം വേണ്ട, ലക്ഷ്മണൻ വന്നോളൂ. തം വ്രജന്തം പ്രിയോ ഭ്രാത ലക്ഷ്മണഃ അനുജഗാമഃ സ്നേഹാത് വിനയസമ്പന്നഃ സുമിത്രാനന്ദവർദ്ധനഃ. തം വ്രജതം പ്രിയോ ഭ്രാത, ആ പ്രിയപ്പെട്ട ഭ്രാതാവിനോടുകൂടി ലക്ഷ്മണൻ കൂടെ ജഗാമ, അനുജഗാമ, കൂടെ പോയി. ഒരുപാട് പറഞ്ഞു നോക്കി, ഒരുപാട് റിജക്ട് ചെയ്ത് നോക്കി, ആപ്ലിക്കേഷൻ
ലക്ഷ്മണൻ വിട്ടില്ല. അവസാനം ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ആ ലക്ഷ്മണന്റെ ഗുണമെന്താ? സ്നേഹാത് വിനയസമ്പന്ന. വലിയ സ്നേഹം, എല്ലാവരോടും വിനയസമ്പന്നമായിട്ട് വിനയമായിട്ട് പെരുമാറും. കൂടാതെ ഭ്രാതാവിനോടൊരു പ്രത്യേക സ്നേഹം, രാമനോട് പ്രത്യേക സ്നേഹം. അതുകൊണ്ട് ഈ രാജ്യം തന്നെ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്മണൻ രാമനോടൊപ്പം വനവാസത്തിൽ പോയി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഈസ് ബ്രദർഹുഡ്, എന്താണ് സാഹോദര്യം. അല്ലെ, ഭാരതത്തിൽ മാത്രം കാണുന്ന ഒരു സംസ്കാരമാണ് ഈ സാഹോദര്യമൊക്കെ. ഉണ്ടല്ലോ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് പ്രകടമായി കാണുന്നത് ഭാരതത്തിലാണ്. ഇപ്പൊ അതെല്ലാം പോയി ഇല്ലേ, വസ്തു എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെല്ലാം കൊണ്ട് ഇന്ന് മുഴുവൻ താറുമാറായി. പക്ഷെ അന്നുണ്ടല്ലോ, എത്ര വസ്തു ഉണ്ടോ, എന്തൊക്കെ ഉണ്ടോ, രാജ്യമുണ്ടോ, ഇതിനൊക്കെ ത്യജിച്ചിട്ട് ഭ്രാതാവിനോടൊപ്പം പോയി ഒന്നൊന്നായിട്ട് ഈ സഹോദരന്മാരെല്ലാവരും. ഭരതന്റെ ക്വാളിറ്റീസ് വേറെ, ലക്ഷ്മണന്റെ ക്വാളിറ്റീസ് വേറെ, ശത്രുഘ്നന്റെ ക്വാളിറ്റീസ് വേറെ. ഒന്നൊന്നും ഓരോ തരത്തിലുള്ള ക്വാളിറ്റീസ്. എല്ലാവർക്കും രാമനോടൊരു പ്രിയം. അങ്ങനെ പറഞ്ഞു നോക്കി കേട്ടില്ല. ലക്ഷ്മണൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, സീതയ്ക്ക് ഹാപ്പിയാണ്. കാരണം അടുക്കള പണി ചെയ്യണ്ട, എല്ലാം ഇദ്ദേഹം ചെയ്യും. രാവിലെ കോല ഇടുന്നത് തൊട്ട് പണി തുടങ്ങും, മുറ്റമടിക്കുന്നത് തൊട്ട് എല്ലാം പതുക്കെ പതുക്കെ. ഒരു റെസ്റ്റേ ഇല്ല അദ്ദേഹത്തിന്, ഉറക്കമേ ഇല്ല. കാരണം സദാ പരിപാലനം. ഈ പരിപാലനം എല്ലാം കഴിഞ്ഞ് രാമനും സീതയും വിശ്രമിക്കുന്ന സമയത്ത് കാട്ടില് വെളിയിലെ കാവല്. ഇതുപോലെ ഒരു സാഹോദര്യ സ്നേഹം വേറെ ഇല്ല. ആ ലക്ഷ്മണന്റെ മഹിമ വലുതാണ്, എത്ര പറഞ്ഞാലും മതി വരില്ല. കാരണം സീതയെ സ്വന്തം അമ്മയെ പോലെ കാണുന്നു. അത് അങ്ങോട്ട് പോകുമ്പോ കാണാം. അടുത്ത ശ്ലോകങ്ങൾ, ഒരുപാട് ശ്ലോകങ്ങളിൽ അങ്ങോട്ട് പോകുമ്പോഴേ വഴിയെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ. സീത രാവണനാൽ അപഹരിക്കപ്പെട്ട് രാമൻ ലക്ഷ്മണനോടൊത്ത് സീതയെ തേടി പോകുമ്പോൾ ഒരു വാനരൻ ഒരു സ്വർണ പൊതി, ഇത് നിങ്ങളുടെ സീതയുടേതാണോ എന്ന് അറിയില്ല, ഇതിവിടെ കിടന്നതാണ്, ദാ ഇതിങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞപ്പോ രാമൻ ഉണ്ടല്ലോ, സീതയോടുള്ള അതീവ സ്നേഹം, ആ സ്നേഹം കൊണ്ട് രാമൻ അത് നോക്കാനുള്ള ത്രാണിയില്ല. ലക്ഷ്മണൻ അങ്ങോട്ട് കൊടുത്തു. ലക്ഷ്മണൻ നോക്കിയിട്ട് പറഞ്ഞു, നാഹം ജാനാമി കേയൂരേ, എനിക്ക് കേയൂരങ്ങൾ കണ്ടിട്ട് മനസ്സിലാവണില്ല, ഈ മാല ആഭരണങ്ങളൊന്നും കണ്ടിട്ട് മനസ്സിലാവണില്ല. നാഹം ജാനാമി കുണ്ഡലെ, ഈ കാതിലിടുന്ന കുണ്ടലുണ്ടല്ലോ, ഇത് കണ്ടപ്പോഴും എനിക്ക് ഒരു പരിചയമില്ല. നോപുരത്വഭിജാനാമി, പക്ഷേ ഒന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്താ അത്? നോപുരം, പാദസരം. എന്താ കാരണം? നിത്യം പാദാഭിവന്ദനാത്. ജ്യേഷ്ഠത്തി അമ്മയുണ്ടല്ലോ, നിത്യം പാദനമസ്കാരം ചെയ്തിട്ടാണ് ലക്ഷ്മണൻ തൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. കാരണം അമ്മ സുമിത്രാനന്ദവർദ്ധന, സുമിത്ര പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. സുമിത്രയാണ് ലക്ഷ്മണൻ അമ്മ. അല്ലയോ ലക്ഷ്മണ, നീ വനവാസത്തിൽ പോവല്ലേ? ഇത് വനമൊന്നുമല്ല, ആ വനം അയോധ്യ തന്നെയാണ്. ദശരഥനെയോ എന്നെയോ ഒന്നും നീ പിരിഞ്ഞിട്ടൊന്നുമില്ല. ദശരഥൻ സാക്ഷാത് രാമൻ തന്നെ. ദശരഥൻ, നിനക്ക് പിതാവ് രാമൻ തന്നെയാണ്. മാം വിത്തി ജനകാത്മജ, ഞാനുണ്ടല്ലോ സീത എന്നെ പോലെ തന്നെ, നീ അമ്മയെ പോലെ കണ്ടോളൂ. ഇത്ര നല്ല ഒരു ശ്ലോകം, ഒരു ഉപദേശം വേറെ ചരിത്രത്തിൽ കാണില്ല. We cannot find this type of sloka anywhere else. ഇതുപോലെ ഒരു ധർമ്മം നമുക്ക് വെളിയിൽ കാണാനേ പറ്റില്ല. ഭ്രാതരം ദിയതോ ഭ്രാതുഹു സൗഭ്രാത്രമനുദർശയൻ രാമസ്യ ദിയതാ ഭാര്യ നിത്യം പ്രാണസമാഹിത. എന്നാ പിന്നെ ലക്ഷ്മണ നീ വരൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ അടുത്ത കയ്യിലൊരു പിടുത്തം. ആരാ നോക്കിയപ്പോ സീത. അല്ല, എന്നെ മാത്രം ഇവിടെ ഇട്ടിട്ട് എവിടെയാ പോണത് ലക്ഷ്മണനോടൊത്ത്? ഞാനും വരണോ? അല്ലയോ സീതേ, നീയുണ്ടല്ലോ രാജകുമാരിയായിട്ട് വാഴുന്ന സീതയെ, നിനക്ക് വനവാസം ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ സീത ചോദിച്ചു, ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കുറെ കാലം കൊണ്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നൊരാഗ്രഹം. അപ്പൊ പറഞ്ഞു, ഇല്ല, വനവാസമാണ്, കാടാണ്, പുലി, സിംഹം, കരടിയൊക്കെ ഉണ്ട്. ഓഹോ, രാമൻ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞതാണ്. സീത പറഞ്ഞു, പുലിയുണ്ടോ? ഓഹ്, പുലിയെ കാണണമെന്ന് ഞാൻ കൊച്ചുനാൾ തൊട്ട് ആഗ്രഹമാണ്. കരടിയെ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സിംഹം കാട്ടിലെ രാജാവാണെന്നൊക്കെ കേട്ടു, ഒന്ന് കണ്ടാ കൊള്ളാം, എന്നാ ഉറപ്പായിട്ട് ഞാൻ വരണമെന്ന് പറഞ്ഞു. അത്രേ. വളരെ ബുദ്ധിമുട്ടാണ്, ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ടി വരും, ഫലങ്ങളൊക്കെ കഴിക്കേണ്ടി വരും. കുറച്ച് നാളായിട്ട് ഞാൻ ഡെയിലി കഴിച്ചിട്ട് ഇപ്പൊ ഗ്യാസും വണ്ണമൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് കുറച്ച് നാൾ ഞാൻ വിചാരിക്കുകയാണ് ഒരു ഡയറ്റ് വേണമെന്ന്. ഇപ്പൊ കറക്റ്റ് ടൈമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാമസ്യ ദിയതാ ഭാര്യ നിത്യം പ്രാണസമാഹിത. നിത്യം പ്രാണസമയായിട്ടുള്ള ഒരു പ്രാണനെ നമുക്ക് വിട്ടുപിരിയാനേ പറ്റില്ല അല്ലേ? പ്രാണൻ നമുക്ക് കുറച്ചു നേരം അങ്ങോട്ട് പോയാൽ വി വിൽ ഗെറ്റ് സഫഗേറ്റഡ്. അതുപോലെയാണ് ഒരു ഭർത്താവിന് ഭാര്യ പ്രാണസമമായിരിക്കണം. ഇപ്പോൾ ഉള്ള ഭർത്താക്കന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ കുറച്ചു നേരം എവിടെയെങ്കിലുമൊക്കെ പോയാൽ മതി എന്ന് തോന്നും അല്ലേ? എന്താ ഭാര്യ എങ്ങനെ ശങ്കര പ്രാണവല്ലഭേ അല്ലേ? ശങ്കരന്റെ പ്രാണവല്ലഭയാണ് ദേവി. അതുകൊണ്ട് അതുപോലെ പ്രാണസമയായിട്ടുള്ള രാമന്റെ ഭാര്യ ആരാ? അത് ജനകസ്യ കുലേ ജാത. ജനകന്റെ കുലത്തിൽ ജനിച്ചിരിക്കണം എന്ന് വെച്ചാൽ അത് ജനിച്ച ആളാണോ, ജനകന്റെ പുത്രിയാണോ എന്ന് ചോദിച്ചാൽ ദേവമായേവ നിർമ്മിത. ദേവമായേവ നിർമ്മിത എന്ന് വെച്ചാൽ അയോനിജ എന്നാണ് സീതയെ പറയണത്. എന്ന് വെച്ചാൽ ഒരു യോനിയിലും ജനിക്കാത്തവൾ എന്നർത്ഥം. സീത എന്ന വാക്കിനർത്ഥം ഒരു അഴുക്ക് ചാല് എന്നർത്ഥം, ഒരു ചെറിയ കെട്ടിക്കിടക്കണ വെള്ളം എന്നർത്ഥം. ഭൂമി പിളർന്ന് സീത ഉണ്ടായി എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ പൃഥ്വിപുത്രിയാണ് സീതയ്ക്ക്. ഭൂമിജ എന്ന പേര് എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്നും ജനിച്ചവൾ എന്നർത്ഥം. നോക്കൂ, ഹിയർ വി ക്യാൻ ഫൈൻഡ് സം കണക്ഷൻ വിത്ത് സീത ആൻഡ് വാൽമീകി. എന്തുകൊണ്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചപ്പോഴ് വാൽമീകി ആശ്രമത്തിൽ വന്ന് അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സിബ്ലിങ്സ് ആണെന്ന് പറയുന്നുണ്ട്. ആചാര്യന്മാർ പറയണതാണ് കേട്ടോ. ഇതിന് ലോജിക്കൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആചാര്യന്മാർ അതിന് പറയണ കാരണം എന്താന്ന് വെച്ചാൽ സീത ഭൂമിയിൽ നിന്ന് ജനിച്ചു. അതേ ടൈമില് വൽമീകത്തിൽ നിന്നും ജനിച്ചതാണ് വാൽമീകി. വൽമീകം എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നർത്ഥം, മണ്ണാങ്കട്ട എന്നർത്ഥം അല്ലെ? ഒരു ചെതൽപുറ്റ്, ഇത് മണ്ണാങ്കട്ടയാണ്. ആ മണ്ണാങ്കട്ട എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ജനിച്ചു. സീതയും വാൽമീകിയും ഒരു റിലേഷൻ ഉണ്ട് എന്നാണ്. എന്ത് റിലേഷൻ എന്ന് പറഞ്ഞാൽ സിബ്ലിങ്സ് എന്ന് ആചാര്യന്മാരാൽ പറയപ്പെടുന്നു. അപ്പോ അയോനിജയായിട്ടുള്ള സീത അത് ജനകന്റെ കുലത്തിൽ തന്നെ വന്നവള്, സർവലക്ഷണ സമ്പന്ന. ആ സീത ഉണ്ടല്ലോ സർവലക്ഷണവും ഒത്തതാണ്. മഹാലക്ഷ്മിക്ക് എന്ത് ലക്ഷണമോ അതേ ലക്ഷണം സാക്ഷാത് സീതയ്ക്ക്. സുന്ദരികളിൽ സുന്ദരി. രാമൻ വില്ല് ഒടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, വില്ല് കുലയ്ക്കാനാണ് പറഞ്ഞത്. എന്നാ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാമൻ വില്ല് ഒടിച്ചു. എന്തിനാന്ന് വെച്ചാൽ ഇനി ഒരാൾ ഈ സൗന്ദര്യത്തെ കാണാനോ ഇനി ഒരാൾ ഈ ഒരു ഫൈറ്റിലോ നിൽക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് പ്രിയം സീതയോട്. കണ്ടപ്പോ തന്നെ അറ്റ് ഫസ്റ്റ് സൈറ്റ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയണത് പോലെ ആദ്യം അത് രാമന് തോന്നി അത്രേ സീതയോട്. അപ്പോ സർവലക്ഷണ സമ്പന്ന, സർവലക്ഷണത്തോടു കൂടിയുള്ളവള്. അതുമാത്രമല്ല നാരീണാം ഉത്തമാവധൂ, നാരികളിൽ വച്ചിട്ട് ഉത്തമൻ. ഉത്തമം എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം. ഈശ്വര തുല്യമായിട്ടുള്ള ഒരു നാരി, അവള് ഉത്തമമായ വധുവാണ്. ഒരു ഉത്തമ ഭാര്യ എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ രാമായണത്തില് സീതയെ കണ്ട് മനസ്സിലാക്കും. രാമനെ വിട്ട് പിരിയണില്ല. ജനകന്റെ കൊട്ടാരത്തില്, സുവർണ കൊട്ടാരത്തില് വസിച്ചിരുന്ന സീത എല്ലാം അയോധ്യയും വിട്ടിട്ട് രാമനോടൊപ്പം പരിവ്രജനം ചെയ്യാൻ വേണ്ടി പോയി. അത്ര 14 കൊല്ലം
ഒന്നും രണ്ട് ദിവസമല്ല അല്ലേ, ഒരു ദിവസം പോയാൽ നമ്മളൊക്കെ ചിലർ ആൾക്കാർ കൂട്ടരുണ്ട്, ഞാൻ വീട് വിട്ടൊക്കെ പോവാണെന്ന് പറയും, 10 ദിവസത്തിനകത്ത് തിരിച്ചു വരുമല്ലോ. ശ്മശാന വൈരാഗ്യം. ചിലർ പറയും എനിക്ക് എല്ലാ സംസാരവും വെറുത്തുപോയി അല്ലേ, സ്വയം തീരുമാനം എടുക്കും. ആളുകളൊക്കെ വിളിക്കും, പോരുത് പോരുത് എന്നൊക്കെ പറയും. ഇദ്ദേഹം പറയും ഇല്ല, എൻ്റെ തീരുമാനം, ഞാൻ സന്യാസിയാണ് എന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ആഹാരത്തിന് ഉപ്പില്ല, ഭക്ഷണം ശരിയാവണില്ല, വീട്ടിലെ അമ്മയെ കാണണം, ഭാര്യയെ കാണണം, അവന് തിരിച്ചു വരും അല്ലെ, ശ്മശാന വൈരാഗ്യം. പക്ഷെ ഇത് നോക്കൂ, രാമനെ നമ്മൾ കാണേണ്ടത് എന്താന്ന് വെച്ചാൽ, രാമന്റെ ഇച്ഛ പ്രകാരമല്ല, അച്ഛൻ പറഞ്ഞു രാമന്റെ ഇച്ഛ, അച്ഛന്റെ ആജ്ഞപ്രകാരം എന്തോ അത് തന്നെ. രമണ ഭഗവാനും അത് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ പിതാവിന്റെ ആജ്ഞപ്രകാരം ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോവാണ്, ഇതിനെ തേടണ്ട എന്നാണ് ലെറ്റർ എഴുതി വെച്ചിട്ട് പോയത് വീട്ടില്. എന്ന് വെച്ചാൽ പിതാവിന്റെ ആജ്ഞ വന്നാൽ മറ്റതെല്ലാം പോയി, സ്വർഗം സുഖലോലുപം എല്ലാം പോയി. അതേ ടൈമില് ഒന്നുമേ ഇല്ല, രാജകൊട്ടാരവും ഇല്ല, വനവാസം നിറഞ്ഞു, കിടക്കാൻ കൂടെ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവും എന്നറിയില്ല. എന്നാൽ കൂടെയും അതിനെ അക്സെപ്റ്റ് ചെയ്ത് രാമന്റെ ഡിസ്ട്രാക്ഷനെയൊക്കെ പോസിറ്റീവ് സൈഡിലൂടെ എടുത്തിട്ട് രാമനോടൊപ്പം പോയ സീത ഉണ്ടല്ലോ, വളരെയധികം മാതൃകയാണ്. അതുകൊണ്ടാണ് നാരീണാം ഉത്തമാവതൂ സീതാപ്യനുഗതാ രാമം ശശീനം രോഹിണീ യഥാ പൗരേരനുഗതോ ദൂരം പിത്രാ ദശരഥേന ച. സീതാപ്യനുഗതാ രാമം, ആ സീത രാമനോടൊപ്പം പോയി. അതെങ്ങനെ ഇരിക്കണു ലക്ഷണം എന്ന് പറഞ്ഞാൽ, രോഹിണി ശശീനാം രോഹിണീ യഥാ. ശശീനാം ഒരു ചന്ദ്രന്, രോഹിണി എന്നൊരു നക്ഷത്രം, ഒരു നക്ഷത്രത്തിനോട് എത്രമാത്രം പ്രിയമുണ്ടോ, ചന്ദ്രനും രോഹിണിയും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ 27 നക്ഷത്രവും ചന്ദ്രന്റെ ഭാര്യമാരാണ്. പക്ഷെ രോഹിണിയോടൊരു പ്രത്യേക സ്നേഹം, രോഹിണിയോടൊരു പ്രത്യേക സ്നേഹം. അതുപോലെ രോഹിണിയും ചന്ദ്രനും കൂടി ചേർന്ന് എത്രമാത്രം പ്രിയം ചെയ്തു ഇരിക്കണോ, അതുപോലെ താരതമ്യേന ഒരു വിശേഷണമാണ്, ഒരു പൊയട്രി, അത്രേ ഉള്ളൂ. ശശീനാം രോഹിണീ യഥാ പൗരേരനുഗതോ ദൂരം. കുറച്ചു ദൂരം ഇവരെല്ലാം കൂടെ അനുഗമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒക്കെ പോവുകയാണ്, കൂടെ രാമന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. പിത്രാ ദശരഥേന ച, കൂടെ പിതാവായിട്ടുള്ള ദശരഥനും കൂടെ പോവാണ്. കുറച്ചു ദൂരം ഇവരെ കൂട്ടത്തിൽ അങ്ങോട്ട് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. ശൃംഗവേരപുരേ സൂതം ഗംഗാകൂലേ വ്യസർജയത് ഗുഹമാസാദ്യ ധർമാത്മാ നിഷാദാധിപതിം പ്രിയം. ശൃംഗവേരപുരേ സൂതം, സൂതൻ ആ തേരാളി ശൃംഗവേരപുരം വരയ്ക്കും കൊണ്ടുവിട്ടു. ഗംഗാകൂലേ വ്യസർജയത്, നിഷാദാധിപൻ, ഒരു വേട്ടക്കാരുടെ അധിപനായിട്ടുള്ള ഗുഹൻ, ആ ഗുഹന് രാമനോടും അതീവ പ്രിയം, അത്രയ്ക്ക് വർഷിപ്പ്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഹീറോ വർഷിപ്പ്. ആ ഗുഹന്റെ അടുത്ത് കൊണ്ടുവിട്ടു. ഗുഹൻ എവിടെ നിൽക്കണു? ഗംഗാതീരത്ത്, ശൃംഗവേരപുരത്തില്. ഗുഹമാസാദ്യ ധർമാത്മാ നിഷാദാധിപതിം പ്രിയം. വളരെ പ്രിയത്തോടുകൂടി ഈ രാമൻ, ലക്ഷ്മണൻ, സീതാസഹിതം ഈ ഗുഹനെ ഏൽപ്പിച്ചിട്ട് ഇവരെല്ലാം യാത്രയായി. കുറച്ചു ദൂരത്തേക്ക് പരിവാരങ്ങൾ മുഴുവൻ വന്നു. തേരാളിയും യാത്രയായി. ഗുഹേന സഹിതോ രാമഃ ലക്ഷ്മണേന ച സീതയാ തേ വനേന വനം ഗത്വാ നദീസ്തീർത്വാ ബഹൂതകാഃ. ഗുഹേന സഹിതോ രാമഃ, ഗുഹേന സഹിതഃ, ആ ഗുഹനോടൊപ്പം രാമഃ ലക്ഷ്മണേന ച സീതയാ, ആ രാമ ലക്ഷ്മണ സീത ഗുഹനോടൊത്ത്
തേ വനേന വനം ഗത്വാ, അങ്ങോട്ട് വനത്തിലേക്ക് പോയി. എങ്ങനെ പോയി? നദീസ്തീർത്താ ബഹൂതഹ, വലിയ ഒരു നദിയെ കടന്നിട്ട് അങ്ങോട്ട് പോയത്രേ. വലിയ ഒരു നദി, ബഹൂതക, ഉദക എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥം. ബഹൂതക ജലരാശി, വലിയ ഒരു ജലരാശി അങ്ങോട്ട് കടന്നിട്ട് വനത്തിലേക്ക് പോയി. ചിത്രകൂടമനുപ്രാപ്യ ഭരദ്വാജസ്യ ശാസനാത് രമ്യമാവസതം കൃത്വാ രമമാണവനേത്രയഃ. ചിത്രകൂടമനുപ്രാപ്യ, ആ ഗുഹൻ ചിത്രകൂടത്തിലേക്ക് കൊണ്ടുവിട്ടു. ഭരദ്വാജസ്യ ശാസനാത്, ആ ഭരദ്വാജ ആശ്രമത്തിലെത്തി. ഭരദ്വാജന്റെ നിർദ്ദേശപ്രകാരം രമ്യമാവസതം കൃത്വ, അവിടെ ഒരു നല്ല മനോഹരമായ ഒരു പർണശാല പണിഞ്ഞു. രമമാണവനേത്രയഃ, വലിയ വനത്തിന്റെ മധ്യത്തില് നല്ല ഒരു പർണശാല പണിഞ്ഞു. ദേവഗന്ധർവ സംകാശാഃ തത്ര തേന്യവസൻ സുഖം ചിത്രകൂടം ഗതേ രാമേ പുത്രശോകാതുരസ്തതാ. ഈ മൂന്ന് പേരും ചിത്രകൂടത്തില് നല്ല രമ്യമായ സ്ഥലത്ത്, പ്രശാന്ത സുന്ദരമായ സ്ഥലത്ത് അങ്ങനെ സുഖമായിട്ട് വസിച്ചു. എങ്ങനെ വസിച്ചു? ദേവഗന്ധർവാദികളെ പോലെ അല്ലേ? നിത്യം ശാന്തി സമൃദ്ധം അമൃതം, ആ ശാന്തസ്വരൂപനായിട്ട് നിത്യനിരന്തരം പ്രകൃതി രമണീയം അല്ലെ, പ്രകൃതി പ്രിയ കാമ്യയാന്ന് പറഞ്ഞു. ആ പ്രകൃതിയെ രസിച്ചുകൊണ്ട് പുഴയുടെയൊക്കെ തീരത്തിലും ആ കാനനത്തിലും അങ്ങനെ വസിച്ചു വന്നു. ചിത്രകൂടം ഗതേ രാമ, അങ്ങനെ ചിത്രകൂടത്തിലെത്തി രാമൻ. പുത്രശോകാതുരസ്തത, ആ പുത്രശോകം വളരെയധികം അലട്ടി. ദശരഥൻ ആരെടുത്തും മിണ്ടാതായി. ഉള്ളില് ഒരു താപം വന്നു. എൻ്റെ രാമനെ ഞാൻ വനവാസത്തിലേക്ക് വിട്ടിരിക്കുന്നു. ആക്ച്വലി നമ്മൾ നോക്കിയാൽ ഈ രാമൻ ഉണ്ടല്ലോ രാജധാനിയിൽ അധികം വാഴുന്നിട്ടില്ല. കാരണം വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിശ്വാമിത്രൻ വിളിച്ചിട്ട് പോവാണ്. അതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചപ്പോ അപ്പൊ തന്നെ ഇത് അടുത്ത യാത്രയായി വനവാസത്തിലേക്ക്. അധികം ഒന്നും രാജ സുഖമൊന്നും അനുഭവിച്ചിട്ടില്ല. കാരണം ഒരു മനുഷ്യൻ അല്ലെ, എന്തിനാ വാത്മീകി ഇവിടെ നരഹ എന്ന് പറഞ്ഞത്? ഒരു മനുഷ്യൻ ഈ സംസാര ജീവിതത്തിൽ വാട്ട് ഓൾ വിൽ സഫർ, ആ സഫറിങ്ങിനെ നമുക്ക് കാണിച്ചു തരണു. എന്നാലും ആ സഫറിങ്ങിന്റെ മധ്യത്തില് ആ ക്ഷമാശീലമായിട്ട് എന്താണോ തനിക്കുള്ളത് അതിനെ പിടിച്ചുകൊണ്ട് കരകയറണതായിട്ടുള്ള ഒരു രാമൻ നമുക്ക് മാതൃകയാണ് ഈ സംസാര ജീവിതത്തില്. പക്ഷെ ആ രാമൻ വനവാസത്തിൽ പോയത് തൊട്ട് ഉള്ളില് ആ ശോകം വന്നു. രാജാദശരഥസ്വർഗം ജഗാമ വിലപൻ സുതം ഗതേതു തസ്മിൻ ഭരതഃ വസിഷ്ഠ പ്രമുഖേർദ്വിജൈഃ. രാജാദശരഥസ്വർഗം, അങ്ങനെ ആ പുത്രശോകത്തില് ആ രാജാവ് സ്വർഗം പ്രാപിച്ചു. വളരെയധികം ശോകത്തോടുകൂടി തന്നെ ആ ശരീരം വിട്ടു. കാരണം അതിൻ്റെ പൂർവത്തിൽ ഒരു കഥയുണ്ട്. വേട്ടയാടാൻ പോണ സമയത്ത് അന്ധനായ ഒരു പിതാവിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുമാരൻ നിത്യം വെള്ളം കോരാൻ പോവും. ദശരഥന്റെ അമ്പ് ആ പുത്രന്റെ നേരെ കൊണ്ടിട്ട് ആ പുത്രൻ പറയും, എൻ്റെ അച്ഛൻ ദാഹിച്ചിരിക്കുകയാണ്, എന്നെ കാത്ത് കണ്ണ് കാണില്ല, എൻ്റെ അച്ഛൻ ഈ വെള്ളം കൊണ്ട് എത്തിച്ചു കൊടുക്കുക, ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ പുത്രൻ ശരീരം വിട്ടു. ഈ വെള്ളം കൊണ്ട് കൊടുത്തു. അച്ഛന് മനസ്സിലായി തൻ്റെ പുത്രനല്ല എന്ന് പറഞ്ഞപ്പോൾ സത്യസന്ധനായിട്ടുള്ള ദശരഥൻ പറഞ്ഞു, അറിയാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി, അങ്ങയുടെ പുത്രനില് എൻ്റെ അമ്പാൽ മരണപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ ആ ശോകം ഉള്ളിൽ വന്നിട്ട് നീ ഇതുപോലെ അനുഭവിക്കും. ശാപം കിട്ടിയത്രേ. നീ ഇതുപോലെ പുത്രശോകം നിനക്ക് വരും. അതേപോലെ ഈ പുത്രശോകത്തിൽ തന്നെ ശരീരം വിട്ടു. രാജാ ദശരഥ സ്വർഗം ജഗാമ വിലപൻ സുതം ഗതേതു തസ്മിൻ ഭരതഃ വസിഷ്ഠ പ്രമുഖേർദ്വിജൈഃ. അങ്ങനെ വസിഷ്ഠ മുനി
ബ്രാഹ്മണൻ പ്രമുഖന്മാരും ഒക്കെ ഭരതനെ നിർബന്ധിച്ചു ഈ രാജ്യം ഭരിക്കുക, ഈ രാജ്യപരിപാലനം ചെയ്യണം എന്ന് ഭരതനോട് നിർദ്ദേശിച്ചു. കാരണം ജ്യേഷ്ഠനില്ല, രാമൻ ഇവിടെ ഇല്ല, നീയാണ് ഇതിന് അവകാശി, രാജ്യം ഒരു നാഥനില്ലാതെ പറ്റില്ല. ഭരതൻ ഒട്ടും സമ്മതിച്ചേയില്ല. കാരണം എനിക്ക് പറ്റില്ല, ഈ രാജ്യഭരണം എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് രാമനെ കാണണം, എനിക്കെന്റെ ജ്യേഷ്ഠനെ കാണണം, എനിക്കെന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, ഇനി എനിക്കെന്റെ ജ്യേഷ്ഠനെ കാണണം. കൈകേയി ഒരുപാട് നിർബന്ധിച്ചു, മോനെ ഭരത, നീയാണ് ഇനി രാജ്യം ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവം അങ്ങോട്ട് പറഞ്ഞപ്പോ അമ്മ എന്ത് ക്രൂരതയാണ് കാണിച്ചത് എന്ന് ചോദിച്ചു. അല്ലേ, ചില കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കും, അല്ലെ അമ്മയ്ക്ക് എഞ്ചിനീയർ ഇഷ്ടം, ഞാൻ എന്ത് പിഴച്ചു എന്ന് ചോദിക്കും ചിലര്. അല്ലെ അമ്മയ്ക്ക് MBBS ഇഷ്ടം, തത്രാപിത്ര അറിയാതെ ഞാൻ എന്ത് പിഴച്ചു, എന്നെ അതിൽ കൊണ്ടാക്കിയത് എന്തിനാന്ന് ചോദിക്കുന്നത് പോലെ ഇവിടെ പറയണേ, എന്താ കാണിച്ചത് അമ്മേ, എന്തു പണിയാ കാണിച്ചത്, ലജ്ജ തോന്നണില്ലേ എന്നൊക്കെ ചോദിച്ചു. നിയുജ്യമാണോ രാജ്യായ നൈച്ഛത് രാജ്യം മഹാബലഃ സജഗാമ വനം വീരഃ രാമപാദ പ്രസാദകഃ. നിയുജ്യമാനോ രാജ്യായ, ആ രാജ്യത്തിനെ അങ്ങോട്ട് ത്യജിച്ചു. എനിക്ക് രാജ്യം വേണ്ട, രാമനില്ലാത്ത രാജ്യം എനിക്ക് വേണ്ട, രാമൻ ഭരിക്കാതെ ഞാൻ ഇവിടെ വരില്ല. നേചേത് രാജ്യം മഹാബലഃ, എനിക്ക് ഒരു ഇച്ഛയുമില്ല ഈ രാജ്യത്തില്. ആർക്ക് വേണം ഈ രാജധാനി, ആർക്ക് വേണം ഈ രാജപദവി? ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ക്വാളിറ്റി, ഒരു ഭ്രാതൃ സ്നേഹം. അല്ലേ, ഇപ്പോൾ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു 5 സെന്റോ 1 സെന്റോ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ജൈവിളിയാ, ഇതാ അച്ഛനും അമ്മയൊക്കെ എടുത്ത് വെളിയിൽ കളയാം, അല്ലേ? അതുവരേക്കും ഐസ് വെച്ച് സോപ്പ് പിടിച്ച് നിൽക്കും. പക്ഷെ ഇത് നോക്കൂ, സ്വന്തം ചേട്ടനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. സജഗാമവനം വീരഃ. അങ്ങനെ അയാള് വനത്തിലേക്ക് പോയി. എന്തിനാ? ജ്യേഷ്ഠനെ തേടി. രാമപാദ പ്രസാദകഃ, രാമപാദത്തെ ആശ്രയിച്ചുകൊണ്ട് ആ രാമപാദത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, രാമനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട്, അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ആ രാമനെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഗത്വാതു സമഹാത്മാനം രാമം സത്യപരാക്രമം അയാചത് ഭ്രാതരം രാമം ആര്യഭാവഃ പുരസ്കൃതഃ. വളരെയധികം സെന്റിമെന്റലായി രാമന്റെ അടുത്ത് വന്നു. ആ രാമനെ കണ്ടു, പാദനമസ്കാരം ചെയ്തു, കെട്ടിപ്പുണർന്നു. അച്ഛൻ മരിച്ച വിവരം പറഞ്ഞു. രാമൻ അലമുറയിട്ട് കരഞ്ഞു. രാമനെ തിരിച്ചു വിളിച്ചു, തിരിച്ചു വരണം, അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, ജ്യേഷ്ഠൻ തിരിച്ചു വരണം, രാജ്യം ഭരിക്കണം, അങ്ങില്ലാത്ത രാജ്യം എനിക്ക് വേണ്ട, അവിടെ ഇരിക്കാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോ രാമൻ പറഞ്ഞു വരില്ല. ഇതാണ് രാമന്റെ ക്വാളിറ്റി, പിതൃവചന നിർദ്ദേശാത്. ആ പിതൃവചനത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നിൽക്കണു. അത് ആ സത്യസന്ധതയാണ്, ആ ധർമ്മമാണ്, അല്ലേ? ആ ധർമ്മത്തിൽ നിന്നും ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കില്ല. പക്ഷെ കൃഷ്ണനെ നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇതിന് കൃഷ്ണനെ വെച്ച് താരതമ്യം ചെയ്താൽ, കൃഷ്ണനാണെങ്കിൽ ഒരു ചെറിയ ട്വിസ്റ്റ് മതി, അങ്ങോട്ട് വരും. ആ വിളിച്ച സ്ഥിതിക്ക് എന്തായാലും ഞാൻ വരാം, എനിക്ക് മനസ്സുണ്ടായിട്ടല്ല എന്നൊക്കെ പറയും കൃഷ്ണൻ. പക്ഷെ രാമൻ അങ്ങനെയല്ല. രാമൻ പറഞ്ഞു, നീ പൊയ്ക്കോളൂ, നീ രാജ്യം ഭരിച്ചോളൂ, നല്ല പോലെ ഭരിച്ചോളൂ, എനിക്ക് അച്ഛൻ്റെ വാക്കാണ് പ്രധാനം എന്ന് പറഞ്ഞു. അയാചത് ഭ്രാതരം, യാചിച്ചു, അങ്ങില്ലാതെ പറ്റില്ല പറഞ്ഞു. അപ്പോ രാമം ആര്യഭാവ പുരസ്കൃതഃ. അങ്ങനെ രാമനെ വളരെയധികം നിർബന്ധിച്ചു. രാമൻ വരാൻ തയ്യാറായില്ല. തുടർന്ന് നമുക്ക് നാളെ ശ്രവണം ചെയ്യാം. അരുണാചല ശിവ
അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല